ഇപ്പം നടന്നു കഴിഞ്ഞ കളികളിൽ നമ്മളിപ്പം ബ്രസീൽ മൊറോക്കോ കളിയാണ് നമ്മൾ ബ്രസീലിനൊരു മുൻതൂക്കം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയും എന്നാൽ മൊറോക്കോ നന്നായി കളിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ 1-1 എന്നുള്ള രീതിയിൽ സമനിലയിൽ അവസാനിച്ചു. പിന്നെ ഏറ്റവും വലിയൊരു അപ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഓസ്ട്രേലിയ ടർക്കി കളിയിലാണ് 2-0 അവസാനിച്ച കളി. പിന്നെ ഇതിനകത്ത് വേറൊരു കളി നടന്നത് ഖത്തറും സ്വിറ്റ്സർലൻഡും തമ്മിലാണ്. അതിൽ ഖത്തർ സമനില പിടിക്കാൻ അവർക്ക് സാധിച്ചു. പിന്നെ ഹെയ്ത്തി സ്കോട്ട്ലൻഡ്, സ്വാഭാവികമായിട്ടും സ്കോട്ട്ലൻഡ് ഒരു ഗോൾ അടിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനകത്ത് എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്നലത്തെ കളികളിൽ ആദ്യം നമുക്ക് തുടങ്ങാവുന്നത് ബ്രസീലിന്റെ ആ ഒരു ഡ്രോ വെച്ചിട്ടാണ്. അതെങ്ങനെയാ ദിലീപ്, അത് നിങ്ങൾ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തെ അരമണിക്കൂർ ശരിക്കും ഏത് ടീമാണ് ബ്രസീൽ, ഏത് ടീമാണ് ശരിക്കും മൊറോക്കോ കളിച്ചത് പണ്ടത്തെ ബ്രസീലിനെ പോലെയും ബ്രസീൽ കളിച്ചത് ഒരു സാൻ മറീനോ, ഗ്വാം അങ്ങനെയൊക്കെ കളിക്കുക. അത്രയും മോശമായിരുന്നു കളി ശരിക്കും. പലരും ഇപ്പൊ ഞാൻ വായിച്ച പല റിപ്പോർട്ട്സിലും കാർലോ ആൻസലോട്ടിയൊക്കെ ചോദ്യം ചെയ്യേണ്ട ആൾക്കാര്. പക്ഷെ ഏത് ഫോർമേഷനും ഏത് കളിക്കാരെ സെലക്ട് ചെയ്താലും അവർക്ക് ബേസിക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. ഇന്നലെ ആദ്യത്തെ അരമണിക്കൂറിൽ മറ്റേ ലൂക്കസ് പക്കേറ്റ, കാശ്മീർ ഇവർക്കൊന്നും 5 മീറ്റർ അപ്പുറത്തുള്ള കളിക്കാരനും കൂടി പാസ് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും മോശമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹാഫ് ടൈം ആയപ്പോൾ മാറ്റങ്ങൾ വരുത്തി. അതേപോലെ റോജർ ഇബനസ് റൈറ്റ് ബാക്കായി തുടങ്ങി. ഇവരൊക്കെ അത്രയും മോശമായിരുന്നു ആദ്യത്തെ പകുതി, ഹാഫ് ആൻ അവറിൽ. മൊറോക്കോ ആണെങ്കിൽ അത്രയും നന്നായി കളിക്കുകയും ചെയ്തു. അവരുടെ ലോക റാങ്കിങ് പലർക്കും സംശയം ഉണ്ടായിരുന്നു, എങ്ങനെ ഇവർ 7, 8 ആ പൊസിഷനിലൊക്കെ നിൽക്കണം. അവർ ഇന്നലെ ശരിക്കും തെളിയിച്ചു, ഒരു പേടിയില്ലാതെ കളിച്ചു. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കുറച്ചൊന്ന് ഫേഡ് ചെയ്തു, അതേ ഇന്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ആദ്യത്തെ ഹാഫ് ആൻ അവറിൽ ആ കളി കണ്ടാൽ ശരിക്കും ഒരു ലോകകപ്പ് ജയിക്കാൻ പറ്റുന്ന ഒരു ടീമിനെ പോലെ തന്നെ കളിച്ചത്. ഈ വിനീഷ്യസ് ജൂനിയർ, അതായത് ഒരു കളിക്കാരനെ കൊണ്ട് മാത്രം നമുക്ക് ഒരു കളീനെ ആകെ നിയന്ത്രിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത്രയും സ്വാധീനം ചെലുത്താൻ പറ്റുമോ, ആധിപത്യം നിലനിർത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യം ഇന്നലെ വീണ്ടും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ ടീം എന്നുള്ള രീതിയിൽ പതറുമ്പോഴും ഒരു കളിക്കാരന്റെ മികവ് ഇന്നലെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതെ, അതുകൊണ്ടാണ് ശരിക്കും രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ശരിക്കും ഒരു ഹാഫ് ടൈം ആകുമ്പോൾ ഒരു 2-0 ഒക്കെ ആണെങ്കിൽ ആരും ചോദ്യം ചെയ്യില്ലായിരുന്നു. എന്നുവെച്ചാൽ അത്രയും ഡോമിനന്റ് ആയിരുന്നു മൊറോക്കോ. പിന്നെ ആ വിനീഷ്യസിന്റെ ആ ഒരു എന്താ പറയുക, ജീനിയസ് ഒരു മൊമെന്റ് കാരണം മാത്രം സമനിലയിലെത്തി. പിന്നെ ബ്രസീൽ കുറച്ച് കളിച്ചു. ഹാഫ് ടൈമിന് മുമ്പുള്ള ഒരു 10 മിനിറ്റ്, അത് കഴിഞ്ഞൊരു 20 മിനിറ്റ് അവർക്കായിരുന്നു കൺട്രോൾ ഉണ്ടായിരുന്നത്. പക്ഷെ പല പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പൊ ഈ കാസ്മീറോന് ഇന്നലെ പറ്റിയത്, കളിക്കാരനെ എല്ലാവരും കുറ്റം പറയും. പക്ഷെ ഇപ്പൊ എറിക് ടെൻ ഹാഗ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കോച്ചായിരുന്നപ്പോ ഇതേ പ്രശ്നമായിരുന്നു. പ്രായമായ കാസ്മീറോന് ഒറ്റയ്ക്ക് ആ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കാൻ പറ്റില്ല. കൂടെ ഓടാൻ പറ്റുന്ന ഒരു കളിക്കാരൻ വേണം. അതില്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിക്കഴിഞ്ഞാൽ ഇന്നലത്തെ മൊറോക്കോ മിഡ്ഫീൽഡ് പ്രത്യേകിച്ച് എല്ലാവരും സൂപ്പർ അത്ലീറ്റ്സ് ആണ്, ചെറുപ്പക്കാരുമാണ്. അവര് പാട്ടും പാടി ചുറ്റും ഓടിക്കൊണ്ടിരിക്കും. ഒന്നും കാസ്മീറോന് ഒന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഒരു പൊസിഷനിൽ കാസ്മീറോനെ കളിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, ഐസൊലേറ്റഡ് ആയിട്ട്. പിന്നീട് ഫാബിഞ്ഞോ വന്നപ്പോഴാണ് കുറച്ചൊരു കൺട്രോൾ കിട്ടിയത് ബ്രസീലിന് കളിയിൽ. പക്ഷെ എന്നാലും കളി ആകപ്പാട് നോക്കുമ്പോഴത്തെ ഏറ്റവും നല്ല മിഡ്ഫീൽഡർ, അത് ബ്രസീൽ ഫാൻസിന് ഏറ്റവും പേടിക്കേണ്ടതാണ്. ഒരു 18 വയസ്സുകാരൻ അയൂബ് ബുവാദി, മൊറോക്കോന്റെ ഫ്രാൻസ് അണ്ടർ-19 ക്യാപ്റ്റനായിരുന്നു. ആ കളിക്കാരനായിരുന്നു ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ ഇന്നലെ. ബ്രസീൽ എന്ന് പറഞ്ഞാൽ മിഡ്ഫീൽഡേഴ്സിന്റെ നാടാണ്. അപ്പൊ ഇതില് ഈ ഗ്രൂപ്പിനകത്ത് ഇനിയുള്ള കളികൾ, അതും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട തന്നെയായിരിക്കുമല്ലോ. അപ്പൊ എന്തായിരിക്കും അവർ വരുത്തേണ്ട മാറ്റം? വരുത്തേണ്ട മാറ്റം എന്ന് പറഞ്ഞാൽ ഇതേ സ്ട്രാറ്റജിയെ കളിക്കാൻ പോണെന്ന് പറഞ്ഞാൽ കാസ്മീറോന് കളിക്കാൻ പറ്റില്ല. പിന്നെ ഇന്നലെ മത്തായസ് കുഞ്ഞ് വന്നതിന് ശേഷം കുറച്ചും കൂടി നന്നായി കളിച്ചു. അപ്പൊ ലൂക്കസ് പക്കേറ്റും കാസ്മീറും മിക്കവാറും അടുത്ത കളി, ഇനി വരാൻ പോണ കളി ഇത്ര ടഫ് ആയിരിക്കില്ല. സ്കോട്ട്ലൻഡും ഹൈറ്റിയും ഇന്നലെ മൊറോക്കോ കളി കൺട്രോൾ ചെയ്ത പോലെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല അവർക്ക്. അപ്പൊ അതിൽ കുറച്ചും കൂടി കളിക്കാരെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും ബ്രസീലിന്. പക്ഷെ ഒരു നല്ല ടീമിനെതിരെ വരുമ്പോ ഈ ഫോർമേഷൻ ശരിയാവില്ല എന്ന് ഇന്നലെ ഉറപ്പായതാണ്. ബ്രസീലിന് ഇനിയിപ്പം നമ്മളിപ്പം വെറും കളിയും ഇപ്പം കളിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ആ കളി ഉണ്ടാക്കുന്ന ഫോർമേഷനും ഒക്കെ അല്ലാതെ ഇപ്പം നെയ്മർ എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ ആഡഡ് ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, ഇനിയിപ്പം അടുത്ത കളികളിൽ വരും. അതെങ്ങനെയായിരിക്കും ഈ കളീനെ പൊതുവെ ബ്രസീലിനെ അനുകൂലമാക്കി മാറ്റുന്നത്? മുമ്പിലല്ല പക്ഷെ ശരിക്കും പ്രശ്നം. ഇപ്പോ നെയ്മർ വന്നാലും എൻട്രിക്ക് വന്നാലും പല
ഓപ്ഷൻസ് ഉണ്ട്. ഇന്നലെ അവർ ലൂയിസ് എൻറിക്കെയാണ് ഇറക്കിയത്, മറ്റേ ഇഗോർ തിയാഗോന് പകരം. അപ്പൊ അവർ ഫ്രണ്ട് ലൈനിൽ റയാൻ ഉണ്ട്, അങ്ങനെ കുറെ പേര് വരാനുണ്ട്. പക്ഷെ ഉള്ള കളിക്കാർക്ക് ഇപ്പൊ ഇന്നലെയൊക്കെ ആദ്യ പകുതിയിൽ റഫീന ആയാലും വിനീഷ്യസ് ആയാലും അവർക്ക് വളരെ ചുരുക്കം ബോളെ സർവീസ് കിട്ടിയിട്ടുള്ളൂ. പല സമയത്തും അവർ വെറുതെ ഇങ്ങനെ എയിംലെസ് ആയിട്ട് ഓടുക, ബോൾ അവിടെ എത്തണമൊന്നുമില്ല. എന്താ വെച്ചാൽ മിഡ്ഫീൽഡ് ഒരു കൺട്രോളും ഉണ്ടായിരുന്നില്ല. മിഡ്ഫീൽഡ് മുഴുവൻ ഇവിടെ ബുവാദി, മറ്റേ നീൽ എൽ അൽ നൂയി എന്ന് പറഞ്ഞിട്ട് പണ്ട് ടെന്നീസ് പ്ലെയർ ആയിരുന്നു, യൂനസ് എൽ അൽ നൂയി അച്ഛൻ. അവര് രണ്ടുപേരും ബേസ് മിഡ്ഫീൽഡും, പിന്നെ നമ്മൾ കളിക്ക് മുമ്പ് സംസാരിച്ച അസ്ഡിൻ ഉനായി ഉഗ്രനായി കളിച്ചു. എന്നാലും 63 മിനിറ്റ് കളിച്ചുള്ളൂ. അത് കഴിഞ്ഞ് അവർ മാറ്റി. പക്ഷെ കളിച്ച സമയം ഒരു വേൾഡ് ക്ലാസ് നമ്പർ 8 പെർഫോമൻസ് ആയിരുന്നു. അത് ബ്രസീലിന് ഇല്ലാത്തത്. ഈ 3 പൊസിഷനിലും അവർ ശരിക്കും ബ്രസീലിനെ ഔട്ട്ഷൈൻ ചെയ്തു. ഈ പയ്യനാണെങ്കിൽ 18 വയസ്സായ പയ്യനാണെങ്കിൽ 15 വയസ്സിൽ ഫ്രാൻസിന്റെ പ്രസിഡന്റിന്റെ എലീസെ പാലസിൽ പോയിട്ട് ഒരു എലക്യൂഷൻ കോമ്പറ്റീഷൻ ജയിച്ചതും കൂടിയാണ്, ഈ ഫുട്ബോൾ അക്കാഡമീസ് എന്നുള്ള കുട്ടികൾക്ക് വേണ്ടി. അപ്പൊ ഒരു ഓൾറൗണ്ട് ടാലന്റ് ആണ് ശരിക്കും. പക്ഷെ അവിടെയാണ് പ്രശ്നം. ഇപ്പൊ നെയ്മർ വന്നാലും ഫ്രണ്ട് ലൈനിലേക്കാ പോവുക. പക്ഷെ ഇവിടുന്ന് ആരാ ക്രിയേറ്റ് ചെയ്യാൻ പോണെന്നുള്ളതാണ്. ബ്രൂണോ ഗിമാഷ് ആണ് ആ ഗോള് സെറ്റപ്പ് ചെയ്തത്. പക്ഷെ ഗോള് വിനീഷ്യസിന്റെ ഗോളാണ് ശരിക്കും. അത് അസിസ്റ്റിന് ക്രെഡിറ്റ് കിട്ടിയെങ്കിലും അത് മറ്റേ മൊറോക്കോന്റെ അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഈ ലോകകപ്പിൽ നമ്മൾ അതിലും നല്ലൊരു പാസ് കാണാൻ പോകുന്നില്ല. ബ്രാഹിം ഡിയാസിന്റെ പാസ് 2 ഡിഫൻഡേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് ഫോർവേഡിന്റെ അടുത്ത് എത്തണം. അത് പണ്ട് നമ്മൾ ബ്രസീലിന്റെ അടുത്ത് നിന്ന് കണ്ടിരുന്ന പോലത്തെ ഒരു പാസ്സാണ് അത്. പക്ഷെ ഇപ്പോഴത്തെ ബ്രസീൽ മിഡ്ഫീൽഡില് ആരാണുള്ളത് അങ്ങനത്തെ ഒരു പാസ് കൊടുക്കാന്നാണ്. തുർക്കി ഓസ്ട്രേലിയയോട് ഇത്രയും 2-0 ഒരു ഡിഫറൻസിൽ തോൽക്കുന്ന ദിലീപ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, നമ്മൾ ഇന്നലെ പറഞ്ഞത് കുറെ ഡിഫെൻഡ് ചെയ്യേണ്ടി വരുന്നതാണ്. അതുപോലെ തന്നെ കുറെ ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഓസ്ട്രേലിയക്ക് എല്ലാ കാലത്തും ഇപ്പൊ 2006 അവർ ലോകകപ്പിലേക്ക് തിരിച്ചു വരുന്നത്, ഒരു വലിയ ഗ്യാപ്പിന് ശേഷം. അതിനുശേഷം ഏകദേശം എല്ലാ ഓസ്ട്രേലിയൻ ടീംസും അവർക്ക് അവരുടെ കഴിവുകൾ എന്താന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരു തുർക്കി അല്ലെങ്കിൽ ഒരു ജർമ്മനിയെ കളിക്കാൻ പോകുമ്പോൾ അവർക്കറിയാം ഞങ്ങൾക്ക് ബോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, നമ്മുടെ കഴിവുകൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അവര് വളരെ നല്ലൊരു ഗോൾ കീപ്പറെ മാറ്റി പറയുമ്പോൾ പാട്രിക് ബീച്ച് റയന് പകരം വന്നിട്ട് കുറെ ഒരു 5-6 ഉഗ്രൻ സേവ് ഉണ്ടായിരുന്നു, ഒരു ആർഡ ഗുളർ ഫ്രീ കിക്ക് അടക്കം. പക്ഷെ അത് കൂടാതെ ഡിഫൻസ് എല്ലാ ഒരു അറ്റാക്ക് വരുമ്പോഴും അവര് വാശി വെച്ച് തടുത്തു. ഡൈവിങ് ടാക്കിൾസ് ഇതൊക്കെ ആയിട്ട് സ്വന്തം ബോക്സിന്റെ അടുത്ത്. പിന്നെ അവർക്ക് മിഡ്ഫീൽഡ് റണ്ണേഴ്സ് ഉണ്ട്. നമ്മൾ അന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൗണ്ടർ അറ്റാക്കിൽ ഗോൾ അടിക്കാൻ പറ്റുന്ന ഒരു ടീമാണ്. 2 ഗോളും അങ്ങനെ, ഇറാൻ കുണ്ടയുടെ ഗോളും മറ്റേ മെറ്റ്കാഫിന്റെ രണ്ടും ടർക്കി ബോൾ വഴങ്ങിയിട്ട് ഇവര് മുന്നോട്ട് പോയി ഗോൾ അടിക്കുന്നു. അത് ആ ടീമിന്റെ ഗുണമാണ് ശരിക്കും. അവര് കോച്ച് അവരങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു അറ്റാക്കിംഗ് ടീമൊന്നും അല്ല. പക്ഷെ അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ അറിയാം, ബ്രേക്കിൽ അറ്റാക്ക് ചെയ്ത് ഗോൾ അടിക്കാനും അറിയാം. മറ്റൊരു കളി ഖത്തറും സ്വിറ്റ്സർലൻഡും തമ്മിലായിരുന്നല്ലോ. ഖത്തർ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഹോസ്റ്റ് ആയിരുന്നെങ്കിലും വളരെ മോശമായിട്ട് പ്രകടനം നടത്തിയ ഒരു ടീമാണ്. ഇത്തവണ അവർ അത്ഭുതകരമായിട്ട് തന്നെ എക്സ്ട്രാ ടൈമിൽ ഒരു ഗോൾ അടിച്ച് സമനിലയാക്കി. അത് വലിയ ഒരു ചരിത്രപരമായ ഇമ്പോർട്ടൻസും കൂടിയല്ലേ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം? അതെ, അവർക്ക് വലിയ കാര്യമാണ്. പക്ഷെ ഞാൻ സ്വിറ്റ്സർലൻഡ് കോച്ചാണെങ്കിൽ അവർക്ക് ഇന്നലെ പച്ചവെള്ളം കൂടി കൊടുക്കില്ലായിരുന്നു കളി കഴിഞ്ഞിട്ട്. പക്ഷെ അത് അത്രയും ഒരു 5-0 ജയിക്കാനുള്ള ചാൻസ് അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. 26 ഷോട്ട് ആയിരുന്നു സ്വിറ്റ്സർലൻഡ്. അത് ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും മോശമായിരുന്നു. ഡാൻ എൻഡോയ എന്ന് പറഞ്ഞ നോട്ടിംഗം ഫോറസ്റ്റിന് കളിക്കുന്ന കളിക്കാരൻ, ആ ഒരൊറ്റ കളിക്കാരന് ഫസ്റ്റ് ഹാഫിൽ ഹാട്രിക് അടിക്കായിരുന്നു. അപ്പൊ അത്രയും ഈ ഫുട്ബോളിന് കളിയുടെ ബ്യൂട്ടി അതാണ്. നിങ്ങൾക്ക് ഒരു കളി 89 മിനിറ്റ് കൺട്രോൾ ചെയ്യാം, പക്ഷെ ചാൻസസ് എടുത്തില്ലെങ്കിൽ മറ്റേ ടീമിന് തിരിച്ചടിക്കാൻ പറ്റും. അതാണ് ഇന്നലെ നമ്മൾ ഖത്തർ ശരിക്കും ആ ഒരൊറ്റ നല്ല ചാൻസ് ആണ് ക്രിയേറ്റ് ചെയ്തത്, അത് ഗോളാക്കുകയും ചെയ്തു. ഹെയ്ത്തി സ്കോട്ട്ലാൻഡിൽ, അതിനകത്ത് സ്കോട്ട്ലാൻഡിനാണ് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നത് നമ്മൾ പറയുമെങ്കിലും ഹെയ്ത്തി നന്നായിട്ട് കളിച്ചെന്ന് തോന്നുന്നു. വളരെ ഭംഗിയായി കളിച്ചു ഹെയ്ത്തി. ശരിക്കും നമ്മൾ ഈ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ എന്ന് പറയുന്നത് അവര് കുറെ മുന്നേറി കുറെ. പക്ഷെ ഇത് സ്വിറ്റ്സർലൻഡിന്റെ കാര്യം പറഞ്ഞാൽ ഫൈനൽ തേർഡിലെത്തുമ്പോൾ
എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സ്ഥിതിയായിരുന്നു. സ്കോട്ട്ലൻഡ് ആണെങ്കിൽ ബ്രസീലിന്റെ കാര്യം പറഞ്ഞ പോലെ അത്യാവശ്യം മോശം കളിയായിരുന്നു. അവരുടെ മെയിൻ കളിക്കാർ ഏറ്റവും പ്രതീക്ഷയുള്ള ഇപ്പൊ ജോൺ മെഗിൻ, മെക്ടോമിനെ, ആൻഡ്രൂ റോബർട്ട്സൺ, ഇവരൊക്കെ ബേസിക് പാസസ് വരെ പാളിപ്പോവായിരുന്നു. അത് നല്ല ടീമിനെതിരെ കളിക്കാൻ വരുമ്പോൾ ഇപ്പൊ ഒരു മൊറോക്കോനെതിരെ അങ്ങനെ കളിച്ചാൽ അവര് വലിയ രീതിയിൽ തന്നെ തോൽക്കും. ഇപ്പൊ നമ്മള് പിന്നെ ഓസ്ട്രേലിയയുടെ കീപ്പറിനെ പറ്റി പറഞ്ഞല്ലോ, മൂപ്പര് ഡെബ്യൂ ആണല്ലോ, അതെ, വേൾഡ് കപ്പ് ഡെബ്യൂ ആണ്. എന്നിട്ടും നല്ല ഗംഭീര പെർഫോമൻസ് ആണ്. ഈ പറഞ്ഞ 5 സേവ് ഉണ്ട്. അതുപോലെ തന്നെ ഖത്തറിന്റെ കീപ്പറെ കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളത്? അത് പെനൽറ്റി വഴങ്ങിയത് കീപ്പറാണ്. പക്ഷെ അത് കൂടാതെ ഭയങ്കര ഒരു പെർഫോമൻസ് ആയിരുന്നു. ഒരു നമ്മൾ സ്വിറ്റ്സർലൻഡിന്റെ ഫിനിഷിങ് മോശമെന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ അത് കൂടാതെ ഒരു 3-4 ഭയങ്കര സേവ്സ് ആയിരുന്നു. അത് അവർക്ക് മുമ്പുണ്ടായിരുന്ന കീപ്പർ ഭാഷ്യം നല്ല കീപ്പറായിരുന്നു. പക്ഷെ ഇതിപ്പോ ആ കീപ്പറെ മാറ്റി പുതിയൊരാൾ വന്നിട്ട് അതും ഇത്രയും നിലവാരത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുക, അത് ആദ്യത്തെ കളിയിൽ അത് വളരെ പ്രധാനപ്പെട്ട കളിയായിരുന്നു. ആ ഒരു ഗ്രൂപ്പിലത്തെ ഏറ്റവും ശക്തമായ ടീമിനെതിരെ ഒരു പോയിന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ മാൻ ഓഫ് ദി മാച്ച് കീപ്പർ തന്നെയായിരുന്നു, അതിലൊരു സംശയമില്ല. ഇന്നത്തെ കളികൾ എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ടത് ഇപ്പം ജർമ്മനി കളിക്കുന്നുണ്ട്, ജർമ്മനിയുടെ ഒരു കളി വരുന്നുണ്ട്. പിന്നെ ഐവറി കോസ്റ്റ്, ഇക്വഡോർ, സ്വീഡൻ, നെതർലാൻഡ്സ്, ഈ കളികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു കളികളുടെ ഒരു സ്വഭാവം എന്തായിരിക്കും? ജർമ്മനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഈ കുറിസാവ് ഇപ്പൊ ക്വാളിഫൈ ചെയ്യാൻ ഒരു വലിയൊരു കാരണം ഇപ്പൊ 48 ടീമായ പിന്നെ 3 വലിയ ടീം, കോൺകക്കാഫിലത്തെ 3 വലിയ ടീം ഇത്തവണത്തെ ഹോസ്റ്റ് ആണ്. അപ്പൊ അവർ ആ ക്വാളിഫയിങ് ടൂർണമെന്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് കാരണം അവർക്ക് വലിയ ടീമുകളിൽ നിന്നും തോൽപ്പിക്കേണ്ടി വന്നിട്ടില്ല ഇവിടെ എത്താൻ. പക്ഷെ അവര് എന്താ പറയാ, ഒരു പ്രഷർ ഇല്ലാതെ കളിക്കാൻ പറ്റും. പക്ഷെ ജർമ്മനിയുടെ ടീം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അത്രയും ടാലന്റ് ഉണ്ട്. ഇപ്പൊ ജർമ്മനിയെ പേടിപ്പിക്കാൻ പറ്റുന്ന ടീമുകൾ അതേപോലെ ഡയറക്റ്റ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് കളിക്കുന്ന ടീംസാണ് ജർമ്മനിയെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത്. ഇപ്പൊ ഒരു സ്വിറ്റ്സർലൻഡോ അല്ലെങ്കിൽ ഓസ്ട്രിയ, പിന്നെ വലിയ യൂറോപ്യൻ ടീംസ് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, സ്പെയിൻ, അവരൊക്കെ. അല്ലാതെ ഇങ്ങനത്തെ ഒരു ടീമിന് ജർമ്മനിയെ വലുതായിട്ട് ട്രബിൾ ചെയ്യാനുള്ള കഴിവില്ല. നെതർലാൻഡ്സിന്റെ ഗെയിം അതൊരു ക്ലാസിക് ആയിരിക്കും. എന്താ വെച്ചാൽ ഇപ്പോ ജപ്പാന്റെ പ്രതീക്ഷകൾ ആകെ മാറിയിട്ടുണ്ട്. ആദ്യം അവർ 98 കളിക്കുമ്പോൾ ആർക്കും ജാപ്പനീസ് ജെ ലീഗ് അപ്പ് തുടങ്ങിയിട്ട് 5 കൊല്ലമായിട്ടുള്ളൂ. അപ്പൊ ആരും അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു കളിക്കാരും യൂറോപ്പിൽ കളിക്കുന്നില്ല. ഇപ്പൊ 26-ൽ 23 പേര് യൂറോപ്യൻ ബേസ്ഡ് ആണ്, അതും ടോപ്പ് ക്ലബ്സിന്. ഇപ്പൊ സ്ക്വാഡിൽ നിന്ന് പിന്മാറേണ്ടി വന്ന വറ്റാറു എൻഡോ ഒക്കെ ലിവർപൂളിലാണ്, വേറെ ഒരു ഡിഫൻഡർ ബയൺ മ്യൂണിക്കില്, വേറെ ഒരാൾ ബ്രൈറ്റൺ, അങ്ങനെ കുറെ നല്ല ടീംസിൽ അവർക്ക് ഇപ്പൊ കളിക്കാരുണ്ട്. അപ്പൊ അവരുടെ പ്രതീക്ഷകളും അങ്ങനെ മാറിയിട്ടുണ്ട്. ഇപ്പൊ ജാപ്പനീസ് മീഡിയ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവര് ഒരു കോൺസലേഷൻ വിന്നിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു സമനിലയെ പറ്റിയിട്ടോ ഒന്നും അല്ല സംസാരിക്കുന്നത്. എനിക്ക് ജയിക്കാൻ പറ്റുന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അവർ അടുത്ത കാലത്ത് തോൽപ്പിച്ചിട്ടുള്ള ടീംസ് ഇംഗ്ലണ്ട്, ബ്രസീൽ, ജർമ്മനി, അങ്ങനത്തെ ടീംസിനെയാണ് അവർ ഫ്രണ്ട്ലി മാച്ചിൽ തോൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അവർക്ക് ആ ഒരു വളരെ ഒരു യുണൈറ്റഡ് ടീമാണ്, ഒരേ കോച്ചാണ് കഴിഞ്ഞ 8 കൊല്ലമായിട്ട്. അപ്പൊ നെതർലൻഡ്സിന് അതൊരു നല്ല ടെസ്റ്റ് ആയിരിക്കും. നെതർലൻഡ്സിന് അവർക്കൊരു മികച്ച ഡിഫൻസ് ഉണ്ട്. ഡെൻസിൽ ഡംഫ്രീസ്, വെർജിൽ വാൻ ഡൈക്ക്, മിക്കി വാൻ ഡെ വെൻ, ടോട്ടനം ഹോട്ട്സ്പറിന്. പിന്നെ നല്ലൊരു മിഡ്ഫീൽഡും, റെയിൻഡേഴ്സ്, ഗ്രാവൻബർച്ച്, അങ്ങനത്തെ കളിക്കാരൊക്കെ. പക്ഷെ ഗോൾ അടിക്കേണ്ട കാര്യത്തില് ഇത് നേരത്തെ പല ടീംസിനെയും പറഞ്ഞ പോലെ അതിനൊരു എന്താ പറയുക, ഒരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കർ പണ്ട് എല്ലാ കാലത്തും ഡച്ചിനുണ്ടായിരുന്നത്. വാൻ ബാസ്റ്റനായാലും വാൻ നിസ്റ്റൽറോയ്, വാൻ പേഴ്സി, അങ്ങനത്തെ കളിക്കാർ. ആ ഒരു ക്വാളിറ്റി ഉള്ള ഒരു സ്ട്രൈക്കർ ഇല്ല. അപ്പൊ ഇന്നത്തെ കളിയിൽ ശരിക്കും ജപ്പാൻ ഒരു അപ്പർ ഹാൻഡ് മുൻതൂക്കം ഞാൻ പറയില്ല, പക്ഷെ വളരെ നല്ല കളിയായിരിക്കും. ഇപ്പൊ ബ്രസീൽ, മൊറോക്കോ ഒക്കെ പോലെ ഒരു വളരെ വ്യത്യസ്തമായ 2 ശൈലികള് ഏറ്റുമുട്ടുമ്പോ സാധാരണ ഒരു നല്ല കളി ഉണ്ടാവാറുണ്ട്. സ്വീഡന്റെ കളി, സ്വീഡനാണ് ഏറ്റവും ഭാഗ്യശാലികൾ ഇവിടെ എത്താൻ. 2 പോയിന്റാണ് ക്വാളിഫയിങ്ങിൽ കിട്ടിയത്, 2 ഡ്രോ മാത്രം 6 കളിയിൽ. പക്ഷെ അവർക്ക് ഇപ്പൊ നേഷൻസ് ലീഗ് എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ കാരണം അതിലൊരു ബാക്ക് ഡോർ എൻട്രി പ്ലേ ഓഫിലേക്ക് കിട്ടി. പ്ലേ ഓഫിൽ യുക്രൈനെയും പോളണ്ടിനെയും തോൽപ്പിച്ച് ഇവിടെ എത്തുന്നു. അവര് ജസ്റ്റ് ആ ഒരു സമയമാകുമ്പോ കോച്ചിനെ മാറ്റി കുറച്ച് കളിക്കാർ തിരിച്ചു വന്നിട്ടുണ്ട്, തിരിച്ച് ഫോമിലായിട്ടുണ്ട്.
അതുകൊണ്ട് കുറച്ച് പേടിക്കേണ്ട ഒരു ടീം. എന്താ വെച്ചാൽ അവർക്ക് ഉള്ളത് ബാക്കി പല ടീമിനും നമുക്ക് ഇല്ല എന്ന് പറഞ്ഞത് ഗോൾ അടിക്കാൻ കഴിവുള്ള രണ്ടാളുണ്ട്. വിക്ടർ യോക്കറസ് ആർസണലിന്റെ, ലിവർപൂളിന്റെ അലക്സാണ്ടർ ഇസാക്ക് ഇപ്പൊ ഫിറ്റ് ആണ്. എത്രത്തോളം 100% കണ്ടീഷനിലൊന്നും അല്ലെങ്കിലും ഒരു ഹാഫ് ചാൻസ് കിട്ടിയപ്പോ ഒരു ഫ്രണ്ട്ലി മാച്ചിൽ ഒരു ഉഗ്രം ഗോൾ അടിച്ചു. അപ്പൊ അങ്ങനത്തെ 2 സ്ട്രൈക്കേഴ്സ് ഉള്ളപ്പോ നമ്മൾ ഈ ഓസ്ട്രേലിയ കളി കണ്ട പോലെ നിങ്ങൾക്ക് 35% പൊസിഷൻ ഉണ്ടെങ്കിൽ അത്ര കിട്ടിയാലും മതി. എന്നുവെച്ചാൽ ഗോൾ അടിക്കാൻ കഴിവുള്ള കളിക്കാരുണ്ട്. ട്യൂണിസ്യ ആണെങ്കിൽ എല്ലാ തവണയും ഇവിടെ എത്തും, പക്ഷെ കാര്യമായിട്ടൊന്നും ചെയ്യാത്തൊരു ടീമാണ്. ഈ ഇക്വഡോർ ഐവറി കോസ്റ്റ് കളിയോ? അതൊരു നല്ല കളിയായിരിക്കും. ഇതേപോലെ 2 വളരെ വ്യത്യസ്തമായ ശൈലി. ഐവറി കോസ്റ്റ് കുറെ കൂടി അഗ്രസീവായിട്ട് ഫ്രണ്ട് ഫുട്ടഡ് ഒരു സ്റ്റൈലായിരിക്കും കളിക്കുക. ഇക്വഡോർ ആണെങ്കിൽ സൗത്ത് അമേരിക്കയിലത്തെ അല്ല, ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഡിഫെൻസീവ് ടീമാണ്. 5 ഗോളാണ് ക്വാളിഫയിങ്ങിൽ വഴങ്ങിയിട്ടുള്ളത് 18 കളിയിൽ. പിന്നെ അവർക്ക് ഡിഫെൻസീവ് മിഡ്ഫീൽഡിൽ മോയിസസ് കൈസേഡോ ഉണ്ട്. ഗോൾ അടിക്കാൻ നമ്മൾ പാരഗ്വേയുടെ ഒക്കെ കാര്യം പറഞ്ഞാൽ കുറച്ച് മടിയാണ്. അപ്പോൾ അവര് ഇതേപോലെ വളരെ ടൈറ്റായിട്ട് കളിച്ചിട്ട് കൗണ്ടർ അറ്റാക്കിൽ ഗോൾ അടിക്കാൻ നോക്കാൻ പോകുന്ന ഒരു ടീമാണ്. ഐവറി കോസ്റ്റിന് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കളിക്കാരുണ്ട്. യാൻ ഡിയമാന്റെ ലൈഫ് RB ലൈപ്സിഗിന്ന് ഏതെങ്കിലും ഒരു വലിയ ടീമിലേക്ക് ഈ സമ്മർ മൂവ് ചെയ്യും. പിന്നെ വേറെയും ഫ്രാങ്ക് എസ്സി അങ്ങനത്തെ കളിക്കാരൊക്കെ ഇപ്പൊ സൗദിയിലാണ്. അവരൊക്കെ കുറച്ച് കാലമായിട്ട് ഒരുമിച്ച് കളിച്ച ഒരു ടീമാണ്. 2023 ആഫ്കോൺ ചാമ്പ്യൻസ് ആയിരുന്നു. അപ്പൊ ആഫ്രിക്കയിൽ നിന്ന് വലിയ പ്രതീക്ഷയുള്ള ടീംസിലൊന്നാണ് മൊറോക്കോ, സെനഗൽ, ഐവറി കോസ്റ്റ്. അപ്പൊ അതൊരു നല്ല കളിയായിരിക്കും.